റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി ഹദീസിൽ കാണാം, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹ്ഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിൽപ്പെട്ട ഒരു വിജ്ഞാനം പഠിക്കുന്നതിനു വേണ്ടി ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സഹ്ഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ദീനിൻ്റെ എന്തെങ്കിലും ഒരു വിജ്ഞാനം പഠിക്കുന്നതിന് വേണ്ടി ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ മതി, അവൻ പഠിച്ചു തുടങ്ങേണ്ടത് പോലുമില്ല. മൻ സലക ത്വരീഖൻ, ആരെങ്കിലും ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെ അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ദീൻ പഠിക്കുന്നതിന് വേണ്ടി അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ദീൻ പഠിക്കുന്നതിന് വേണ്ടി ഒരു പുസ്തകം എടുക്കാൻ എഴുന്നേറ്റാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹാ റിദൻ ലിതാലിബിൽ ഇൽം. അള്ളാഹുവിൻ്റെ ദീനിൽപ്പെട്ട വിജ്ഞാനങ്ങൾ അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവർക്ക് വേണ്ടി മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ പ്രതിഫലമാണത്! ദീൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്നതാണ്. അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഉണ്ടാകുന്നതാണ്. ഇത് വലിയ ശ്രേഷ്ഠതയാണ്, വലിയ പദവിയാണ്. ചില ആളുകൾ വിചാരിക്കും ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾ, ഖുത്ബ പറയുന്നവർ, പള്ളിയിലെ ഇമാമുമാർ അവർക്ക് പറഞ്ഞതല്ലേ. ഒരിക്കലുമല്ല. ദീൻ പഠിക്കുക എന്നത് എല്ലാ മുസ്ലിമിൻ്റെ മേലും ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ദീനിൻ്റെ വിജ്ഞാനങ്ങൾ പഠിക്കുക എന്നത് ഫരീദത്തുൻ, ഫർദാണ്. നമ്മൾ നിസ്കാരം ഫർദാണ് എന്ന് കേൾക്കാറുണ്ട്. ളുഹർ ഫർദാണ്, അസ്ർ ഫർദാണ്. അത് മസ്ജിദിലെ ഇമാമിന് മാത്രം നിർബന്ധമായ കാര്യമാണോ? അല്ല. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. എല്ലാ മുസ്ലിമിൻ്റെ മേലും ദീൻ പഠിക്കുക എന്നത് നിർബന്ധമായ ബാധ്യതയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു സമയം മാറ്റിവെച്ച് ദീൻ പഠിക്കുന്നതിന് വേണ്ടി വീടുകളിൽ നിന്ന് ഇറങ്ങി വന്ന് കുറച്ചു നേരം ഇവിടെ ഇരിക്കാൻ തയ്യാറായ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്.